ഇവരത് യഥാസമയം യഥാവിധി ഉപയോഗിക്കാത്തതിന്റെ ഭാഗമായിട്ട് ഈ ശല്യം വർദ്ധിച്ചു. എന്താ ഈ പഞ്ചായത്ത് അതിന് അനുവാദം കൊടുക്കാത്തത്? അതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് ഈ ക്ഷുദ്രജീവിയായിട്ട് പന്നിയെ പ്രഖ്യാപിച്ചതിനെ വെടിവെച്ചു കൊല്ലാൻ അനുവാദം കൊടുത്തിട്ടും അത് ഈ പഞ്ചായത്തിൽ കൃത്യമായി പ്രയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോഴാണ് വിഷയം പുറത്തേക്ക് വരുന്നത്. എന്താ വെച്ചാൽ ഈ പഞ്ചായത്തിലെ ആളുകളുടെ ഒത്താശയോട് കൂടിയാണ് ഇവിടെ പന്നിക്കണി വ്യവസായത്തിന്റെ ആൾക്കാർ ഈ പഞ്ചായത്താണ്. അതാണ് ഈ പഞ്ചായത്തിന്റെ ഒത്താശയോട് കൂടിയാണ് പന്നിയെ കണിവെക്കുന്നത്. പന്നിയെ കെണി വെക്കാൻ അവരെന്താ ചെയ്യാ? മറ്റേ മുളയമേല് കമ്പും കുത്തി താഴെ കൂടി കമ്പിയും വലിച്ച് പന്നി വരുന്നും കാത്തിങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ മുളയമ കമ്പി വെക്കണ്ടാരാ? കോൺഗ്രസ്സുകാരാ. അതാണ് മുളയമ കമ്പി വെച്ച് പന്നിയെ കിട്ടിയാൽ, പന്നി ചത്തുപോയാൽ അതിനെ വിറ്റ് കാശാക്കി പൈസ പോക്കറ്റിടുന്ന ആൾക്കാരുടെ പേര് കോൺഗ്രസ് ആണ്. അത് കോൺഗ്രസ്സാ. പഞ്ചായത്തിന്റെ ഒത്താശയോടുകൂടി പന്നിക്കണി വെച്ച് ഇറച്ചി വിറ്റ് കാശാക്കി പണം പോക്കറ്റിലിടാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു ഈ പഞ്ചായത്തിൽ എന്നതാണ് ഇവിടെ പോയി സമരം വയ്ക്കാനുള്ള കാരണം. വെറുതെ വെച്ചല്ല. അതുകൊണ്ട് ഈ പന്നിക്കണി പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാശ് അധ്വാനിച്ചുണ്ടാക്കണം, കട്ടുണ്ടാക്കരുത്. മനസ്സിലായെങ്കിൽ കോൺഗ്രസ് ആദ്യം പഠിക്കേണ്ട പാടാതാ. എങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആരെങ്കിലും ചെയ്യോ? വൈകുന്നേരമായ ഇവര് പന്നിക്കണി വെച്ചിറങ്ങി, വൈകുന്നേരമായ പന്നിക്കണി വെച്ചിറങ്ങി അവിടെ നോക്കിക്കണി. ലോക ചരിത്രത്തിൽ ഒരു കുട്ടി പടഞ്ഞു മരിക്കുമ്പോ വീണുന്ന് കണ്ട നേരം പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നല്ലേ നോക്കുക. എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ നോക്കുക. കുട്ടി അവിടെ പടയുമ്പോ പന്നിക്കണി ഇരിക്കാവോ നോക്കണ്. പന്നിയുണ്ടോ എന്ന് നോക്കണം. ഇവിടെ എന്ത് മനസ്സാണത്? അങ്ങനെ കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടി നടക്കുന്ന ഈ പന്നി കെണി വെച്ച് പിടിച്ച് അതിന്റെ ഇറച്ചി വിറ്റ് കാശാക്കുന്ന നിലപാട് നിരന്തരം ഇവിടെ തുടരുകയാണ്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു കുട്ടി ഇവിടെ ദാരുണമായ അന്ത്യമുണ്ടായത്. പാവപ്പെട്ട കുട്ടികൾ ഇപ്പോൾ വന്ന് ആ കുട്ടിയുടെ ഒരു കുട്ടി വിരുന്നേരനാ. നമ്മളെ മഞ്ചേരിയിൽ നിന്ന് കാബന്നൂരിൽ നിന്ന് വിരുന്നു വന്നിരിക്കുക ഒരു കുട്ടി വീട്ടിലേക്ക്. ബാക്കി കുട്ടികൾ അവര് പന്തൊക്കെ കളിച്ച് കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചെറിയ വല ഉപയോഗിച്ചൊരു മീൻ കിട്ടിയാൽ വളരെ സന്തോഷപൂർവം ആ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന്റെ വക ആ അന്വേഷണം അത് ചെന്നവസാനിച്ചതാണ് ഈ ദാരുണമായ അന്ത്യം, കുട്ടിയുടെ മരണം. ഒരു അപകട മരണം. സ്വാഭാവികമായിട്ടും നമ്മളെന്താ, ഒരു അപകട മരണമുണ്ടായാൽ അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവും. ഒരു സ്ഥലത്ത് അപകട മരണം ഉണ്ടായ ഒരു വളവിലിറങ്ങാൻ ആ വളവ് നികത്താൻ നോക്കും, അല്ലെങ്കിൽ അവിടെ ഒരു സ്പീഡ് ബ്രേക്കർ വെക്കും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, സ്പീഡ് ബ്രേക്കർ ഉണ്ടാക്കും. ചില സ്ഥലത്ത് ഹമ്പിട്ടുണ്ടാവും റോട്ടിൽ. ഇതൊക്കെ ഈ അപകടത്തിനെ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ശ്രമിക്കുക. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു അപകട മരണം ഉണ്ടായപ്പോൾ അവരുടെ പരിശ്രമം എന്താ? ഉടനെ കൊടിയെടുത്തിരിക്കുക. 2 കുട്ടികളുണ്ട്, ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. മനസ്സിലായെങ്കിൽ നിലമ്പൂർ ആശുപത്രിക്ക് 2 കുട്ടികളെ മറ്റേ ആംബുലൻസിന്റെ ഒച്ചുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് സൈറം വെച്ച് കുട്ടികളെ ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ്സുകാർ ഓടിന്റെ അവിടേക്ക് നിങ്ങൾ കൊടിയെടുക്കാനാണ്. കുട്ടിക്ക് എന്ത് പറ്റി നോക്കാനല്ല, കൊടിയെടുത്ത് പോന്നിരിക്കുക. കൊടിയെടുത്ത് പോരാ, എന്നിട്ടോ റോഡ് തടയാ. കൊടിയെടുത്ത് പോകുന്ന റോഡ് തടയലാണോ ഒരു അപകടം ഉണ്ടായി ആദ്യം ചെയ്യാം? അതോ അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വല്ല ബ്ലഡ് വേണം വിചാരിക്കുക, അതിന് കൊടുക്കാൻ പോവാ? നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യാം. ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്, അതാ സൈറം പോണു, ബ്ലഡ് കൊടുക്കാം, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം, അതല്ലേ ചെയ്യാം. കോൺഗ്രസ്സുകാർ അങ്ങനെയല്ല. ഒരു അപകടം കണ്ടാൽ പിണറായി വിജയനിലെ കേരളം ഭരിക്കുന്നത്, അതെ അപകടം ഉണ്ടായില്ലേ, ഉണ്ടായി, ഇടുക്കടാ കൊടി, പോവാ നമുക്ക് റോഡ് തടയാൻ. എവിടുന്നോ നിങ്ങൾ ഈ രാഷ്ട്രീയം വിളിച്ചത്? ഏത് നാട്ടിൽ നിന്നാണ് ഈ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത്? ഏത് നാട്ടിൽ നിന്ന് ഇറങ്ങിയ കോൺഗ്രസ് അത്? എത്ര മാന്യന്മാരുണ്ടായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നു അവിടെ? ഇവിടെ നെഹ്റു ഉണ്ടായിരുന്നില്ലേ, ഗാന്ധി ഉണ്ടായിരുന്നില്ലേ? ഗാന്ധി ദണ്ഡി യാത്ര നടത്തി, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ആവേശം. നെഹ്റു ജയിലിൽ കിടന്ന് പുസ്തകം എഴുതി, എന്തൊരു ആവേശം. ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റുവിന്റെ പുസ്തകമല്ലേ?
ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഗവൺമെന്റ് നെഹ്റുവിന്റെ പുസ്തകം ജയിലിൽ കിടന്ന് എഴുതിയത് നമുക്ക് ആവേശാണേ. സതീശന് കേട്ടാ പന്നിക്കണിയാ. മനസ്സിലായി? അതാണ് ഗാന്ധിന്ന് ഈ പുതിയ കോൺഗ്രസിലേക്കുള്ള വ്യത്യാസം. മറ്റേ ദണ്ഡിയാത്രയുടെ കോൺഗ്രസാ, ഇപ്പൊ പന്നിക്കണീന്റെ കോൺഗ്രസാ. എന്നിട്ട് പന്നിക്ക് ഗണി വെച്ചാൽ പോരാ, ഒരു കുട്ടി മരിച്ചാൽ ഉടനെ കൊടി എടുത്തിട്ട് പിണറായി വിജയൻ മറുപടി പറഞ്ഞു. ഏതിന്? ഇപ്പൊ പന്നിക്കണി വെച്ചുള്ള മറുപടി പിണറായി പറയണോ?